തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോൺ ടെലിവിഷനും സംയുക്തമായി ചേർന്നൊരുക്കുന്ന യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയും യുവജനങ്ങൾക്ക് പ്രചോദകനുമായ അഭിവന്ദ്യ ജോസഫ് പാംപ്ലാനി പിതാവാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അഭിവന്ദ്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവുമായി ഇന്ന് സംവദിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ യുവജന നേതൃത്വമാണ്. എല്ലാ യുവജന സുഹൃത്തുക്കളെയും ഈ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാമല്ലേ പിതാവേ? യെസ്, തീർച്ചയായും. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് എബിനാണ്. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് എബിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പിതാവേ, എൻ്റെ പേര് എബിൻ ജോർജ് തൈക്കുന്നേൽ. ഞാൻ മേലച്ചുവ ഇടവകയിൽ നിന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്: മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് പിതാവൊന്ന് വിശദീകരിച്ചു തരാമോ? യെസ്, എബിൻ്റെ ചോദ്യം ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല, മരിച്ച ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലേ? എന്താണ് എബിനെ ഇങ്ങനെ ഒരു മരണചിന്തയൊക്കെ മനസ്സിൽ ഇപ്പോഴേ തോന്നുന്നു? എബിൻ എന്നാ പഠിക്കുന്നേ? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഇപ്പം ഈ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ എന്തെങ്കിലും ഭാവാത്മക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും കേട്ടോ. യെസ്, എബിൻ്റെ ചോദ്യം അത് യുക്യാറ്റിലെ ആ വിഷയം ഉള്ളതുകൊണ്ട് എബിൻ ചോദിക്കുന്നതാണെന്ന് എനിക്കറിയാം. എബിന് ഉടനെ ഒന്നും മരിക്കാൻ താല്പര്യമൊന്നുമില്ലല്ലോ? ഇല്ല. എത്ര വയസ്സ് വരെയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്? അത് പോകുന്നത്ര ഒരു 100 അതിന് മുകളിലോട്ട് 100-ഉം അതിന് മുകളിലോട്ട് പോകാം അല്ലേ? അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും മരണത്തിനപ്പുറത്ത് എന്ത് എന്നുള്ള ഒരു ചോദ്യം എബിൻ്റെ മാത്രം ചോദ്യമല്ല, എല്ലാ മനുഷ്യൻ്റെ ഒരു ചോദ്യമാണ്. മരണത്തിനപ്പുറത്ത് എന്താണുള്ളത്? മരണത്തിനപ്പുറത്ത് ദൈവമാണ് ഉള്ളത്, നിത്യനായ ദൈവമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയാണ് ഒരുപക്ഷെ മരണത്തെക്കുറിച്ച് ഏറ്റവും സുന്ദരമായി പറഞ്ഞത്. ഞാൻ മരണത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോവുകയല്ല, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഓടിച്ചെല്ലുകയാണ്. എത്രയോ സുന്ദരമാണ് മരണത്തെക്കുറിച്ച് കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നത് അല്ലേ? നമ്മൾ വിചാരിക്കുന്ന മരണത്തിൻ്റെ ഏതോ കെണിയിൽപ്പെട്ട് നമ്മളങ്ങ് ഇല്ലാണ്ടായിത്തീരുവാണ്. അല്ല, ഈ മരണമെന്ന കവാടം കടന്ന് നമ്മെ ആശ്ലേഷിക്കാൻ കരങ്ങൾ വിരിച്ചു നിൽക്കുന്ന ദൈവപിതാവിൻ്റെ സ്നേഹാശ്ലേഷത്തിലേക്ക് നാം പ്രവേശിക്കുന്ന അനുഭവമാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് മരണത്തിനപ്പുറം എന്ത് എന്ന് ചോദിച്ചാൽ, മരണത്തിന് ഇപ്പുറത്ത് കണ്ടതിനേക്കാൾ സുന്ദരമായി എല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ കാണാൻ പോകുന്നവയുടെ നിഴലുകൾ മാത്രമാണ് ഈ ഭൂമിയിലെ സന്തോഷങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമൊക്കെ. അതുകൊണ്ട് മരണത്തിനപ്പുറത്തെ ജീവിതം അതൊരിക്കലും നമ്മെ നിരാശപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം എന്താണ്? കാരണം നാം ദൈവത്തോടുകൂടിയാണ്. ദൈവത്തോടുകൂടിയാണെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അല്ലേ? എബിന് ആരോടെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുകയോ ആളുടെ പേര് പറയിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ എബിന് ആരോടൊക്കെ ചിലരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്രകാരം എബിനെ ഏറ്റവും ഇഷ്ടം എന്താണ്? എബിനെ ഏറ്റവും സ്നേഹിക്കുന്ന, അല്ലെ എബിനെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ നടക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ, ആ വ്യക്തിയെ ഫോൺ വിളിക്കുമ്പോൾ എബിനൊരു സന്തോഷം തോന്നാം ഇല്ലേ? അത് സത്യമാണ്, എല്ലാവരുടെയും കാര്യമാണത്. പ്രണയത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ മനുഷ്യൻ്റെയും അവസ്ഥ അതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോൾ എബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മിയാണെങ്കിൽ മമ്മിയോട് വർത്തമാനം പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ വേണ്ടാതീനം ചിന്തിച്ചെങ്കിൽ ഞാനല്ല ഉത്തരവാദി. അപ്പോൾ ഈ ഒരു സത്യം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ദൈവമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതൻ അല്ലേ? ആ ദൈവത്തോടൊത്താണ് നാം മരണത്തിനപ്പുറത്തായിരിക്കുന്നത്. അതുകൊണ്ട് മരണം വിശ്വാസിയെ ഒരിക്കലും ഭയപ്പെടുത്താൻ പാടില്ല, ഭയപ്പെടേണ്ട ഒരു വിഷയമല്ല. കാരണം മരണത്തിനപ്പുറത്ത് സത്യമായും ദൈവമുണ്ട് എന്നുള്ള
വിശ്വാസമാണ് മരണത്തെ സധൈര്യം നേരിടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. മരണഭയമുണ്ടാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ദൈവ ഐക്യത്തിൽ ജീവിക്കാത്തവനാണ് മരണഭയം. ജീവിതകാലത്ത് ദൈവത്തെ മറന്ന്, ദൈവപ്രമാണങ്ങൾ മറന്ന്, ദൈവത്തെ നിഷേധിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ മരണമെന്നത് നമുക്ക് നിരാശപ്പെടുത്തുന്ന അനുഭവം. കാരണം എന്താ? മരണത്തിനപ്പുറത്ത് എന്നെ കാത്തിരിക്കുന്നത് ദുരന്തങ്ങളും നഷ്ടങ്ങളുമാണ്. കാരണം ഞാൻ ദൈവത്തെ കൂടാതെ ജീവിച്ചവന്, ദൈവമേ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ജീവിച്ചവനാണ്. അത്തരം വ്യക്തികൾക്ക് മരണഭയം വളരെ ശക്തമാണ്. അതേസമയം ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മരണമെന്നത് ഏറ്റവും വലിയ അനുഗ്രഹവും സൗഭാഗ്യവുമാണ് എന്നതാണ് സത്യം. ഇതാണോ എബിൻ ഉദ്ദേശിച്ചത്? അതെ പിതാവേ. താങ്ക് യു എബിൻ. താങ്ക് യു പിതാവേ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് റോണിറ്റാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമുക്ക് റോണിറ്റിൻ്റെ ചോദ്യം ഒന്ന് ശ്രവിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവേ. എൻ്റെ പേര് റോണിറ്റ്. ഞാൻ എടൂർ ഇടവകാംഗമാണ്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. നമ്മളെല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു എന്നേറ്റ് പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നത്? ആത്മാവിനെ രക്ഷിച്ചാൽ പോരെ? ശരീരത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? യെസ്. റോണിറ്റ് എന്നാ ചെയ്യുന്നേ? പിതാവേ, ഞാൻ TTCക്ക് പഠിക്കുന്നു, തളിപ്പറമ്പിൽ കോളേജ്. TTC പഠിക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ റോണിറ്റ്, ശരീരത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് നിങ്ങൾ യുവജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ഞാൻ പെട്ടുപോകും അല്ലേ? ശരീരത്തിന് പ്രാധാന്യമുണ്ട്. ഈ ശരീരം ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ അല്ലേ? ആത്മാവ് മാത്രമായിട്ട് നിൽക്കുന്നില്ല. ആത്മാവും ശരീരവും ചേർന്ന സമഗ്രതയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പ്ലേറ്റോണിക് ചിന്തയിൽ, പ്ലേറ്റോ എന്ന് പറഞ്ഞൊരു തത്വചിന്തകൻ പറഞ്ഞു, ഈ ശരീരം എന്ന് പറയുന്ന ഒരു പാത്രം മാത്രമാണ്. മുകളിലിങ്ങനെ ഈ ആത്മാവ് ആശയരൂപത്തിൽ കിടക്കും. അത് ഇതിനകത്തേക്ക് വീണു, ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ കെട്ടുപറഞ്ഞ് വീഴുന്നത് പോലെ വീഴും. ആത്മാവ് അതിനകത്ത് പെട്ടുപോകും. പെട്ട് കഴിയുമ്പോൾ ഈ ആത്മാവിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തടിയൂരി പോകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ചെറിയൊരു മുട്ട് മർമ്മത്ത് കിട്ടുമ്പോഴത്തേക്കും ഈ ആത്മാവ് ചാടി ഓടി രക്ഷപ്പെട്ടും ആൾ മരിച്ചു പോകുന്നു. ഇതാണ് പ്ലേറ്റോയുടെ ദ്വൈതവാദം. അതുപോലെ ശരീരവും ആത്മാവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇതാണ് ചിന്തിക്കുന്നത്. ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നുവെന്ന് നമ്മളെ സഭ പഠിപ്പിക്കുമ്പോൾ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മഹത്വമാണ്, പ്രാധാന്യമാണ്. ഇത് വെറും കുറേ ഇറച്ചി എല്ലും കൂടെ കൂടിയതല്ല ഈ ശരീരം. ഈ ശരീരം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വീകരിച്ച ശരീരമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അല്ലേ? അതായത് ഈ ശരീരം ഈശോ മിശിഹ സ്വീകരിച്ച ശരീരമാണ്. അതാണ് ഈ ശരീരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ശരീരമുള്ളപ്പോഴാണ് ഞാൻ മനുഷ്യത്വത്തിൻ്റെ സമഗ്രതയിൽ എൻ്റെ അസ്തിത്വം ജീവിക്കുന്നു. അതുകൊണ്ട് ശരീരം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ ശരീരത്തിലാണ് നമുക്ക് എല്ലാ ദൈവീക കൂദാശകൾ ലഭിക്കുന്നത് അല്ലേ? മാമോദീസ വെള്ളം റോണിറ്റിൻ്റെ തലയിൽ ഒഴിച്ചത് റോണിറ്റ് ഓർക്കാൻ വഴിയില്ല. പക്ഷെ മാമോദീസ മുക്കുന്നത് റോണിറ്റ് കണ്ടിട്ടുണ്ട് വേറെ പിള്ളേർ. എവിടെ ഒഴിക്കുന്നേ? തലയിൽ ഒഴിക്കും ഇല്ലേ? ആത്മാവിലല്ല ഒഴിക്കുന്നത്, ആ കുഞ്ഞിൻ്റെ ശിരസിലാണ്, ശരീരത്തിലാണ് ഒഴിക്കും അല്ലേ? സ്ഥൈര്യലേപനത്തിൻ്റെ തൈലാഭിഷേകം നടത്തിയത് നമ്മുടെ നെറ്റിയേലാണ്. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ ആത്മാവല്ല, നമ്മുടെ നാവിൽ ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ കരങ്ങൾ ഉയർത്തിയാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ നാവാണ് ദൈവസ്തുതികൾ ഉയർത്തുന്നത് അല്ലേ? നമ്മുടെ കണ്ണുകൊണ്ടാണ് നാം ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുന്നത്. റോണിറ്റെ, നമ്മുടെ ശരീരമാണ് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭൂമികയും വാതായനവും എന്ന് മനസ്സിലാക്കുക.
അതുകൊണ്ട് ഈ ശരീരം പ്രധാനപ്പെട്ടതാണ് ആത്മീയതയിൽ. എന്ന് മാത്രമല്ല, നമ്മളോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സഹോദരങ്ങളെ, നിങ്ങളുടെ ശരീരം മലിനമാക്കരുത്. കാരണം നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. വ്യഭിചാരത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്ലീഹ പറയും, മറ്റെല്ലാ പാപവും വ്യക്തി ശരീരത്തിന് വെളിയിൽ ചെയ്യും, എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തെ തന്നെ മലിനമാക്കുന്നു. അല്ലേ? ആകയാൽ എല്ലാത്തരം അശുദ്ധിയിൽ നിന്ന് അകന്നിരിക്കുക. കാരണം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമല്ല, ഈശോയുടെ തിരുരക്തം കൊണ്ട് വിലക്കി വാങ്ങപ്പെട്ടതാണ് നിങ്ങളുടെ ശരീരം. അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഇതാണ് ക്രൈസ്തവ ദർശനത്തിൽ ശരീരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയും. നമ്മുടെ ഈ കരങ്ങൾ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എത്തേണ്ട കരങ്ങളാണ്. അതുകൊണ്ട് ഈ കരങ്ങൾ കൊണ്ട് സംശുദ്ധമായ കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. ദൈവസന്നിധിയിൽ ചെയ്യാൻ പാടില്ലാത്തതൊന്നും ഈ കരം കൊണ്ട് ചെയ്യരുത്, ഈ കണ്ണുകൊണ്ട് കാണരുത്, ഈ നാവ് കൊണ്ട് സംസാരിക്കരുത്. വളരെ പാടാന്ന് എനിക്കറിയാം. പക്ഷേ അത് ശരീരത്തിൻ്റെ സംശുദ്ധിയെക്കുറിച്ച് നമ്മൾ ശരീരത്തിന് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ നമ്മുടെ ശരീരത്തെ എത്രമാത്രം സമ്പൂജ്യമായി ആദരവോടെ നോക്കിക്കാണും. ചിലർക്ക് അവരുടെ ശരീരത്തെക്കുറിച്ച് ഒരു മതിപ്പും ഇല്ലാതെ ജീവിക്കുന്നവർ, അല്ലേ? ചില വണ്ണവും തടിയും വയറും ഒക്കെ ഉള്ളവർ ഇതെങ്ങനെ കുറയ്ക്കുമോ, അയ്യോ എനിക്കിങ്ങനെ ഒരു ശരീരമാണല്ലോ കിട്ടിയേ എന്നും പറഞ്ഞ് വിഷമിച്ച് നടക്കുന്നവർ, അല്ലേ? അവരെ പരിഹസിക്കുന്നവരുണ്ട്, ബോഡി ഷെയ്മിങ് നടത്തുന്നവരുണ്ട്. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അതവൻ്റെ വിവരമില്ലായ്മയാണ്. ഈ ശരീരം എന്നത് വിലയുള്ളതാണ്. വണ്ണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ആരും ചുമ്മാ കണ്ണി കണ്ടതെല്ലാം മേടിച്ച് നിന്ന് തടി കൂട്ടാൻ നോക്കേണ്ട കാര്യമില്ല. മറിച്ച് ഈ ശരീരം അതിൻ്റെ ദൈവദത്തമായ രൂപത്തിൽ അതിന് മൂല്യമുണ്ട്. ആരുടെയും ശരീരത്തെ അതിൻ്റെ നിറത്തിലോ വണ്ണത്തിലോ വലിപ്പത്തിലോ ഒന്നും നമ്മൾ നിന്ദിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല. എല്ലാ ശരീരവും ആ വ്യക്തിയുടെ സമഗ്രതയുടെ ഭാഗമാണ്. അതിനെ ആദരവോടെ നോക്കിക്കാണും. ഇനി ശരീരം, മരണസമയത്ത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നു, സത്യമാണ്. പക്ഷേ അതെന്നേക്കുമായൊരു വേർപെടലല്ല. ഈ ആത്മാവും ശരീരവും വീണ്ടും ഈശോയുടെ രണ്ടാം വരവിൽ ഒന്നിക്കുന്നു. ഈ ശരീരവും ആത്മാവും ചേർന്ന പൂർണ്ണ മനുഷ്യനാണ് അന്ത്യവിധിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഒക്കെ നിത്യതയിൽ നാം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ ഉയർപ്പിക്കപ്പെട്ട ശരീരത്തോട് ചേർന്ന്. ശുദ്ധീകരണ സ്ഥലം നിത്യതയിൽ ഉണ്ടാവില്ല, സ്വർഗവും നരകവും ഉള്ളൂ. അതുകൊണ്ട് ഈ നിത്യതയുടെ ഭാഗമാകാനുള്ളതാണ് നമ്മുടെ ശരീരം എന്ന ചിന്തയോടെ നമ്മൾ ജീവിക്കും. താങ്ക് യു പിതാവേ. ശരീരത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ ദർശനം വളരെ ലളിതമായ ഭാഷയിൽ പിതാവ് നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് അഖിലാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമുക്ക് അഖിലിനെ കേൾക്കാം. അഭിയന്ത പിതാവേ, എൻ്റെ പേര് അഖിൽ. ഞാൻ നെല്ലിക്കാമ്പി ഇടവയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം യുക്യാറ്റ് 154 ഇതിൽ പ്രതിപാദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് വിശദീകരിച്ച് തരാമോ? യെസ്, അഖിലിൻ്റെ ചോദ്യം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മരിക്കുന്ന ആരാന്ന് ഉള്ളതനുസരിച്ചിരിക്കും അഖില് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്, അഖിൽ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലേ? അല്ലാതെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തെ മോർച്ചറിയിലേക്ക് മാറ്റും, അങ്ങനെ ചിലപ്പം പോസ്റ്റ്മോർട്ടം നടത്തും, എംബാം ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലേ? യെസ്. ഈ മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ദൈവം നമ്മളെ വിധിക്കുന്നു. മരണം, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ വേദപാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ?
അഖിൽ അടുത്ത കാലത്ത് കല്യാണം കഴിച്ചതായതുകൊണ്ട് മനുഷ്യൻ്റെ അന്ത്യങ്ങളെക്കുറിച്ച് അന്ന് വേദപാഠം പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിനക്കറിയാമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ തന്നെ പറയാം. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ ഏതൊക്കെയാണ്? മരണം, വിധി, സ്വർഗം, നരകം. ഇതാണ്. സ്വർഗവും നരകവും ഒരുമിച്ച് ഒരാൾക്ക് കിട്ടിയല്ല. ഒന്നെങ്കിൽ സ്വർഗം അല്ലെ നരകം. അപ്പോൾ മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? മരണം, വിധി, ഒന്നുകിൽ സ്വർഗം അല്ലെ നരകം. ഇതാണ് മനുഷ്യൻ്റെ അന്ത്യങ്ങൾ. ഈ മനുഷ്യൻ്റെ അന്ത്യങ്ങൾ മരണസമയത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ എവിടെ വെച്ച് മരിക്കുന്നോ, കിടന്ന് മരിച്ചോ, ആ കിടക്കപ്പായ വെച്ച് ദൈവം നമ്മളെ വിധിക്കും. ബൈക്ക് ഓടിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് വിചാരിക്കും. ആ ടാർ റോഡിൽ വെച്ച് ദൈവം നമ്മളെ വിധിച്ചു. എന്താണ്? ഒന്നുകിൽ നമ്മൾ സ്വർഗത്തിന് അർഹരാണ്, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകണം, അതല്ല എങ്കിൽ നരകത്തിന് അർഹരാണ്. ഈ വിധി സംഭവിച്ചു. ആ നിമിഷത്തിൽ നമ്മൾ ദൈവദൂതന്മാരാൽ സംവഹിക്കപ്പെടുകയാണ്. ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ നരകത്തിലേക്ക്, അതല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് നമ്മൾ സംവഹിക്കപ്പെടും. നമ്മൾ അവിടെ ആയിരിക്കും. ഇതാണ് മരണശേഷം സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം ദൈവ ഐക്യത്തിൽ ജീവിച്ചോ, ദൈവത്തോടൊത്ത് ജീവിച്ചോ, അതിനാനുപാതികമായ പ്രതിഫലം വിധിയിലൂടെ ദൈവം നമുക്ക് തരുന്നു എന്നതാണ് അതിനെയാണ് തനത് വിധി എന്ന് പറയും. ആ വിധിയിലൂടെ നാം ശുദ്ധീകരണ സ്ഥലത്തിലാണ് എങ്കിൽ നമ്മളെ വിശുദ്ധീകരിച്ച ശേഷം ആ വിശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയായി കഴിയുമ്പോൾ ദൈവം നമുക്ക് മോക്ഷഭാഗ്യം തരും, സ്വർഗത്തിലേക്ക് പ്രവേശനം തരും. എല്ലാ ആത്മാക്കളും ഈശോയുടെ 2ാം വരവ് വരെ ഒന്നുകിൽ സ്വർഗത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ ആയിരിക്കും. നരകത്തിൽ പോയവർ പോയി, പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യം. ഈശോയുടെ 2ാം വരവിൽ എന്ത് സംഭവിക്കും? ശരീരങ്ങൾ എഴുന്നേറ്റ് ആത്മാവിനോട് ചേരും. അപ്പോൾ നരകത്തിലെ ആത്മാക്കളുടെ ശരീരവും ഉയർത്തെഴുന്നേറ്റ് അതിനോട് ചേരും. ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉയർത്തെഴുന്നേറ്റ ശരീരവും ആത്മാവും ഒന്നു ചേർന്ന് ആ മനുഷ്യൻ്റെ സമഗ്രതയിലാണ് സ്വർഗവോ നരകവോ പിന്നീട് അനുഭവിക്കും. ഇതാണ് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് നൽകുന്ന ഉത്തരം. താങ്ക് യു പിതാവേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് എബിനാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമുക്ക് എബിനെ ഒന്ന് കേൾക്കാം. പിതാവേ, എൻ്റെ പേര് എബിൻ ഐസക്. ചേപ്പറമ്പ് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പിതാവ് മരണശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി പറയുകയുണ്ടായി. എൻ്റെ സംശയം മരണസമയത്തെ സംബന്ധിക്കുന്ന ഒരു സംശയമാണ്. സംശയം ഇതാണ്: മരണസമയത്ത് നമുക്ക് ക്രിസ്തുവിനെ നേരിൽ കാണാനായിട്ട് സാധിക്കുമോ? കത്തോലിക്ക തിരുസഭ അതിനെപ്പറ്റി പഠിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നൊന്ന് വിശദമാക്കാമോ? യെസ്. എബിൻ എന്നെ പഠിക്കുകയാണോ അതോ ജോലി ചെയ്യുകയാണോ? ഞാൻ ജോലി ചെയ്യുകയാണ് പിതാവേ. എന്താണ് ജോലി ചെയ്യുന്നത്? നിർമ്മലഗിരി അക്കാദമിയിലെ അധ്യാപകനാണ്. അധ്യാപകനാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ എബിൻ, മരണസമയത്ത് നമുക്ക് ഈശോയെ കാണാൻ പറ്റുമോ? ഇതാണ് ചോദ്യം, ഇല്ലേ? കാണാൻ തക്ക യോഗ്യതയിലാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ നിശ്ചയമായും നമ്മൾ ഈശോയെ കാണും. ഈശോയോടുള്ള സ്നേഹത്തിലും ഈശോയുമായുള്ള ഐക്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ മരണസമയത്ത് നമ്മൾ ഈശോയുടെ കരങ്ങളിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ മറ്റേ പുള്ളിക്കാരൻ്റെ കൂടെ ആയിരുന്നുവെങ്കിൽ, സാത്താൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ആ സമയത്ത് നമ്മളെ സ്വീകരിക്കാൻ നോക്കിയിരിക്കുന്ന ആരാ? അവനാണ്. നിത്യ നുണയനും വഞ്ചകനും ദുഷ്ടാരൂപിയുമായ സാത്താൻ്റെ പിടിയിൽ നമ്മൾ പെടുന്നു. അതുകൊണ്ട് മരണസമയത്ത് നമ്മൾ ഈശോയെ കാണുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തന്നെ അതിനു വേണ്ടിയാണ്. പഴയ ബാൾട്ടിമോർ കാറ്റഗിസത്തിലൊരു ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നിന്നെ സൃഷ്ടിച്ചത് ആര്? ദൈവം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് നിത്യതയിൽ തൻ്റെ മുമ്പിലെത്തി തിരുമുഖം കണ്ട് ആനന്ദിക്കാൻ
ദൈവം നിന്നെ സൃഷ്ടിച്ചു. ശരിക്കും നമ്മളെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം മരണത്തിലൂടെ നാം ദൈവ തിരുമുമ്പിലെത്തി തിരുമുഖ ദർശന ഭാഗ്യം അനുഭവിക്കുക. ദൈവത്തെ കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനെ വിശുദ്ധരെ വിളിക്കുന്നത് ബയാറ്റിഫിക് വിഷൻ എന്നാണ്. അതിൻ്റെ മലയാളം പറഞ്ഞാൽ സൗഭാഗ്യകരമായ ദർശനം. ദൈവത്തെ കാണുന്നത് ഒരു മഹാഭാഗ്യമായി നമുക്ക് അന്നേരം അനുഭവപ്പെടുന്നു. ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഇതാണ്. ഏതാണ്? ദൈവത്തെ മുഖാമുഖം കാണുക. അത് മരണസമയത്ത് ലഭിക്കുക എന്നുള്ളത് നാം എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും എന്ന കാര്യം ഓർക്കുക. നന്ദി പിതാവേ. താങ്ക് യു എബിൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് നിഖിലാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് നിഖിലിൻ്റെ ചോദ്യം ഒന്ന് കേൾക്കാം. അഭിയന്ത പിതാവേ, എൻ്റെ പേര് നിഖിൽ സാബു. ഞാൻ എണ്ണപ്പാറ ഇടവകാംഗമാണ്. എൻ്റെ ചോദ്യം ഇതാണ്: മാമോദീസായിലൂടെ ലഭിക്കുന്ന ജീവനാണ് നിത്യജീവൻ. ഒരു വ്യക്തി മരിച്ചതിന് ശേഷം ഈ നിത്യജീവൻ ഉണ്ടാകുമോ? അതിനെപ്പറ്റി ഒന്ന് പിതാവ് വിവരിച്ചു തരാമോ? യെസ് നിഖിലെ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അത് നിത്യമായ ജീവനാണ്, അല്ലേ? മരണശേഷം തീർന്നു പോകുന്ന ജീവനെ നമ്മൾ നിത്യജീവൻ എന്ന് വിളിക്കുകയല്ലോ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരണത്തിന് അപ്പുറത്തും നിത്യതയിലേക്ക് നീളുന്ന ജീവനെയാണ് നിത്യജീവൻ എന്ന് പറയും. തീർച്ചയായും ആ നിത്യജീവൻ എല്ലാ മനുഷ്യർക്കും നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ നിത്യജീവൻ സ്വർഗത്തിൽ ദൈവത്തോടൊത്ത് അനുഭവിക്കാൻ വേണ്ടിയാണ് നമുക്ക് മാമോദീസായിലൂടെ ദൈവം വരം തന്നിരിക്കുന്നത്. അല്ലാത്ത നിത്യജീവനുണ്ട്. ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. എവിടെയായിരിക്കും അത്? നരകത്തിലായിരിക്കുമെന്ന്, അല്ലേ? നരകത്തിലായിരിക്കും. അവരും നിത്യമായും ജീവിക്കും. നരകത്തിലെ ആ ജീവിതത്തിന് അവസാനമൊന്നുമില്ല, അങ്ങനെ പൊക്കോണ്ടിരിക്കും. നിത്യജീവൻ അവിടെയുണ്ട്. പക്ഷേ ദൈവത്തോടൊത്തുള്ള നിത്യജീവൻ, അതാണ് രക്ഷാകരമായ നിത്യജീവൻ എന്ന് പറയുന്നത്. ആ ജീവന് വേണ്ടിയാണ് ദൈവം നമുക്ക് മാമോദീസ എന്ന കൂദാശ പരികർമ്മം ചെയ്തു തരുന്നത്. മാമോദീസായിലൂടെ ലഭിക്കുന്ന നിത്യജീവനിലേക്കുള്ള ആ ഒരു അനുഗ്രഹം നമ്മൾ ജീവിതം കൊണ്ട് വളർത്തിയെടുക്കണം. ആ നിത്യജീവൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടമാക്കണം. അപ്രകാരം നാം ജീവിക്കുമ്പോൾ തീർച്ചയായും സ്വർഗത്തിൽ ദൈവസന്നിധിയിലെത്തുന്ന നിത്യജീവൻ്റെ അവകാശികളായി നമുക്ക് മാറാൻ സാധിക്കും. ഈ നിത്യജീവൻ്റെ വഴിയിൽ നമ്മളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് തിരുസഭ കൂദാശകളിലൂടെ നമുക്ക് തരുന്ന ശക്തി എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരും ദുർബലരുമാണ്. മാമോദീസായിൽ കിട്ടിയ വരപ്രസാദം നമ്മുടെ പാപകരമായ വഴികളിൽ നമ്മൾ നഷ്ടപ്പെടുത്തും എന്ന് സഭാമാതാവിനറിയാം. അതുകൊണ്ടാണ് തിരുസഭ നമുക്ക് കുംഭസാരം എന്ന കൂദാശ തന്നിരിക്കുന്നത്. ആ കൂദാശ പാപ സാഹചര്യങ്ങളിൽ പെടുമ്പോൾ, അല്ലെ പാപത്തിൻ്റെ കെണിയിൽ വീണ് കഴിഞ്ഞാൽ, ആ കുംഭസാരം എന്ന കൂദാശ നമ്മൾ സ്വീകരിക്കുമ്പോൾ മാമോദീസായിൽ ലഭിച്ച അതേ വരപ്രസാദത്തിൻ്റെ പരിശുദ്ധി നമ്മൾ വീണ്ടെടുക്കുകയാണ്. പരിശുദ്ധ കുർബാന എന്ന കൂദാശ എല്ലാ വരപ്രസാദത്തിൻ്റെയും പൂർണ്ണതയായ കൂദാശയാണ് പരിശുദ്ധ കുർബാന. കാരണം അത് കേവലം വരപ്രസാദമല്ല, ഈശോയെ തന്നെ നമുക്ക് തരുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. നമ്മൾ യോഗ്യതയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുമ്പോൾ മാമോദീസായിൽ കിട്ടിയ നിത്യജീവൻ്റെ സുനിശ്ചിതമായ വഴിയിൽ നമ്മൾ മുന്നേറുകയാണ്. കുടുംബജീവിതം നയിക്കുന്നവർ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കും. ആ വിവാഹത്തിൻ്റെ വിശ്വസ്തത, വിശുദ്ധിയോടെ ജീവിക്കുന്ന ദമ്പതികൾ ഈ മാമോദീസായിലൂടെ വരപ്രസാദം നിത്യതയിലേക്ക് കാത്തു സൂക്ഷിക്കുന്നവർ. കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയെ വഞ്ചിച്ചും ജീവിത പങ്കാളിയെ തള്ളിക്കളഞ്ഞും ഒക്കെ ജീവിക്കുന്നവർ മാമോദീസായുടെ വരപ്രസാദത്തെക്കുറിച്ച് പിന്നെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. കാരണം എന്താണ്? ഒരു വൈദികൻ, ഒരു സന്യസ്ത, ഇവരെല്ലാവരും ചെയ്യേണ്ട എന്താണ്? തങ്ങൾക്ക് ദൈവം തന്ന ജീവിതാന്തസ്സിൻ്റെ വരപ്രസാദം ജീവിക്കണം.
അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ നിത്യജീവൻ്റെ വഴിയിലാണ്. അപ്പോൾ നമ്മുടെ ഓരോ കൂദാശകളും ആത്യന്തികമായി നമ്മളെ ഈ നിത്യജീവൻ്റെ വഴിയിൽ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സഭാമാതാവ് തരുന്നതാണ്. രോഗാവസ്ഥയിൽ നമ്മൾ പെടുമ്പോൾ രോഗീലേപനം എന്ന കൂദാശ തന്ന് സഭ നമ്മെ ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. താങ്ക് യു പിതാവേ. ഈ എപ്പിസോഡ് പൂർത്തീകരിക്കാൻ ഇവിടെ സമയമായി. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി നമ്മുടെ പൊതുവായ സാധാരണമായ സംശയങ്ങളെ ദൂരീകരിച്ച നമ്മളോട് കൂടെ ആയിരിക്കുന്ന അഭിവന്ദ്യ പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടുതൽ നല്ല ചോദ്യങ്ങളും നല്ല ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.